ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വട്ടത്തിൽ നിൽക്കുകയാണ് കേരളം. അതിന്റെ തിരക്കുകളിൽ നിന്ന് ഇനിയിപ്പോൾ ഇത്തരം വളരെ സജീവമായ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകുമോ എന്ന് അറിയില്ല. പക്ഷേ വീണ്ടും നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസം മഴക്കെടുതിയുടെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നാണ് അല്പം ആശ്വാസമുള്ളത്. ഇനിയുള്ള നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഇത്തരം സഹായങ്ങളെ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഏത് വിധത്തിലുള്ള ഈ നിയമപ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക? ഇപ്പോൾ ഈ 2020 ആ ഭേദഗതി പ്രകാരമുള്ള നടപടികളിലേക്ക് നമ്മളും കടക്കുമോ? അങ്ങനെ വിദേശ സഹായങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? നിയമപരമായിട്ടുള്ള വശങ്ങൾ അല്ലെ സാധ്യതകൾ കേരളം പരിഗണിക്കേണ്ടി വരും. മഹാരാഷ്ട്രയ്ക്ക് അനുവാദം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഇനി നിഷേധിച്ചാൽ കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അന്ന് വേണമെങ്കിൽ ഇന്ത്യ സർക്കാരിന് പറയാം, ദുരന്തവേളയിൽ ഇന്ത്യ സഹായഹസ്തമായിട്ട് മറ്റ് രാജ്യങ്ങളെടുത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. അത് PM കേസ് തെറ്റിച്ചു, അപ്പോൾ പറയാം അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോഴും അതൊരു വിടുവായുത്തോ. കാര്യം ചെന്താ, ഇത് കേന്ദ്ര സർക്കാരല്ല പോണത്, സ്വകാര്യമായിട്ടുള്ള അക്കൗണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടല്ല. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക്, പ്രധാനമന്ത്രിയുടെ പേരായിക്കോട്ടെ, ഇത്തരത്തിൽ വിദേശ സഹായം FCRA ദുരിതാശ്വാസത്തിന് സ്വീകരിക്കാൻ അനുമതി കൊടുക്കുന്നു. അപ്പോഴും സംസ്ഥാനത്തിനില്ല, സംസ്ഥാനങ്ങൾ ഒറ്റക്കൊറ്റക്ക് പോകാൻ പാടില്ല, പരമാധികാര രാഷ്ട്രത്തിന് അവകാശമുള്ളെന്ന് പറയാം. എന്നെപ്പോഴും സംസ്ഥാനത്തിനും കൊടുത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് കേരളം ശക്തമായിട്ട് അന്ന് കേരളത്തിൽ നിഷേധിച്ച പണം 700 കോടി രൂപ, ഞാൻ പറയാം അതിന് നഷ്ടപരിഹാരം തരണം. കേരളത്തിന് കിട്ടിയാനേ, കേരളത്തിൽ ജനങ്ങൾക്ക് 700 കോടി കിട്ടിയാനേ. ആ നിഷേധിച്ചത് BJP ആണ്, ഇല്ലാതാക്കിയത് BJP ആണ്. എന്നാൽ ഇന്ന് അതിനുള്ള സാധ്യത തുറന്നു കൊടുക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും ഇതൊരു വിഷയം തന്നെ. BJP ഇപ്പോ മത്സരിക്കുന്നുണ്ടല്ലോ. തോമസ് ഐസക്, അതായത് അന്നിപ്പോ 2020 ഹിന്ദുവിന്റെ റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എപ്പോഴും കേന്ദ്രം തിരിച്ചു പറയുന്നതാണ്. നമ്മൾ ഫണ്ട് നിഷേധിക്കുന്നു, ഫണ്ട് അനുവദിക്കുന്നില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ അന്ന് ഈ 2018 പ്രളയത്തിന് ശേഷം അനുവദിച്ച ആദ്യഘട്ട തുകയ്ക്ക് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ് പിന്നീട് തുക അനുവദിക്കാത്തത് എന്ന് ബന്ധപ്പെട്ട് അന്ന് ഹിന്ദുവിനോട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായി. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടും അതേ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കേന്ദ്രം ഇത് സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഒന്നാണോ, അതോ നമുക്കതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഒരു വീഴ്ചയില്ലെന്ന്. ഇത് നിർമ്മാണ പ്രവൃത്തികളിലെ ദുരിതാശ്വാസം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ദുരിതാശ്വാസ പണമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെലവാക്കി തീർക്കും, അതിനൊരു പ്രയാസമില്ല. എന്നെങ്കിൽ നിങ്ങൾ പുനർനിർമ്മാണത്തിന് റോഡാ പണിയുന്നതെങ്കിൽ അതിന് സമയമെടുക്കത്തില്ലേ? ഇപ്പോൾ ടൗൺഷിപ്പ് പണിയണം വയനാട്, എങ്ങനെയാ 2 മാസത്തോളം ടൗൺഷിപ്പ് പണിയുന്ന, 3 മാസത്തോളം ടൗൺഷിപ്പ് പണിയുന്ന, 1 വർഷം എടുക്കുന്നതാണ്. 1 വർഷം കഴിഞ്ഞിട്ട് UC കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമില്ല. അപ്പൊ ഇത് തൊടിന്യായം പറയുന്നതാണ് യഥാർത്ഥത്തിൽ. എന്താ ഈ സംസ്ഥാന സർക്കാർ ഓടിപ്പോവും ഈ പണവുമായിട്ട്? ഇന്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഭാഗമല്ലേ എന്ന്. ഇതിവിടെ ഉണ്ട്, കൊടുത്തു, കണക്കുണ്ടല്ലോ. പണം ചെലവാക്കി കഴിയുമ്പോൾ UC കൊടുക്കും. ചെലവാക്കുന്നതിന് ടെൻഡർ വിളിക്കണം, കോൺട്രാക്ടറുടെ ബില്ല് വരണം, അതനുസരിച്ച് പണം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വെറുതെ തൊടിന്യായം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമാണ് ഇങ്ങനത്തെ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ TN തോമസ് ഐസക് ഞങ്ങളോട് സംസാരിച്ചതിന്.